ഈ നിമിഷം പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ ലോകത്തെ മുഴുവൻ ഒരു വൻ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും ഒരുപക്ഷെ മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ പടിവാതിലിലേക്കും തള്ളിവിടുന്നതാണ്. പശ്ചിമേഷ്യയുടെ ഭൂപടം മാറാൻ പോവുകയാണോ? ഒരു സമാധാന കരാറിൽ ഉടൻ എത്തിച്ചേർന്നില്ലെങ്കിൽ ഇറാന് അത് ചരിത്രത്തിലെ ഏറ്റവും മോശം സമയമായിരിക്കും. ഇതാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയിരിക്കുന്ന പരസ്യമായ ഭീഷണി. എന്നാൽ ഇതിന് മറുപടിയായി ഇറാൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? ലോകം ഇപ്പോൾ ഒരു പുതിയ ക്രമത്തിന്റെ അഥവാ ഒരു ന്യൂ ഓർഡറിന്റെ പടിവാതിലാണ്. അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ ഞങ്ങൾ തലകുനിക്കില്ല എന്ന കൃത്യമായ സന്ദേശം. ഹലോ സുഹൃത്തുക്കളെ, അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വരും ദിവസങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ പോകുന്ന അതീവ ഗുരുതരമായ സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ഏപ്രിൽ 8-ന് അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു താൽക്കാലിക വെടിനിർത്തൽ ധാരണയിലെത്തിയിരുന്നു. അതിന് പിന്നാലെ ചർച്ചയിലുള്ളവർ ഈ വെടിനിർത്തൽ കൂടുതൽ 45 ദിവസത്തേക്ക് കൂടി നീട്ടാൻ തീരുമാനിക്കുകയും ചെയ്തു. എന്നാൽ ഈ വെടിനിർത്തൽ പ്രഖ്യാപനങ്ങളുടെ തൊട്ടു പിന്നാലെ ഗ്രൗണ്ടിൽ സംഭവിക്കുന്നത് മറ്റൊന്നാണ്. UAE-യിലെ ബറാക്ക ആണവ നിലയത്തിന് നേരെ ഉണ്ടായ ഞെട്ടിക്കുന്ന ഡ്രോൺ ആക്രമണം, ലോകത്തിന്റെ എണ്ണക്കടത്തിന്റെ ജീവനാഡിയായ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി നിയന്ത്രിക്കാനുള്ള ഇറാന്റെ നീക്കം, ലബനനിലും ഗാസയിലും ഇസ്രയേൽ തുടരുന്ന കൂട്ടക്കുരുതികൾ. പശ്ചിമേഷ്യയിലെ ഈ പുതിയ യുദ്ധതന്ത്രങ്ങൾ നമ്മുടെ രാജ്യത്തെയും ഈ ലോകത്തെയും എങ്ങനെ ബാധിക്കും? ഇറാൻ കെണിയൊരുക്കുന്നത് ആർക്കൊക്കെയാണ്? നമുക്ക് വിശദമായി പരിശോധിക്കാം. ഈ പ്രതിസന്ധിയുടെ ഏറ്റവും ഞെട്ടിക്കുന്ന കേന്ദ്രം മറ്റെവിടെയുമല്ല, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അഥവാ UAE-യിലാണ്. UAE-യിലെ അൽ ദഫ്ര മേഖലയിലുള്ള പ്രശസ്തമായ ബറാക്ക ആണവോർജ നിലയത്തിലെ ഒരു ഇലക്ട്രിക്കൽ ജനറേറ്ററിന് നേരെ കഴിഞ്ഞ ദിവസം രാത്രി ഒരു ഭീകരമായ ഡ്രോൺ ആക്രമണമുണ്ടായി. ആക്രമണത്തെ തുടർന്ന് ഒരു ജനറേറ്ററിന് തീപിടിച്ചതായി ഔദ്യോഗിക റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കുന്നു. ഒരു ആണവ നിലയത്തിന് നേരെയുണ്ടാകുന്ന ഇത്തരം ആക്രമണങ്ങൾ എത്രത്തോളം അപകടകരമാണെന്ന് നമുക്കറിയാമല്ലോ. യഥാർത്ഥത്തിൽ ഇത് ആദ്യമായല്ല UAE ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ഫുജൈറ തുറമുഖത്തിന് നേരെ ഇറാൻ വ്യാപകമായി മിസൈലുകളും ഡ്രോണുകളും തൊടുത്തുവിട്ടതായി UAE കടുത്ത ആരോപണം ഉന്നയിച്ചിരുന്നു. ഫുജൈറ പെട്രോളിയം ഇൻഡസ്ട്രീസ് സോണിലെ ഒരു വലിയ എണ്ണ ശുദ്ധീകരണ ശാലയിൽ ഈ ആക്രമണം കാരണം വൻ തീപിടുത്തമുണ്ടായതും റിപ്പോർട്ടുകളിൽ കണ്ടതാണ്. ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം, ഈ ആക്രമണത്തിന് 3 ഇന്ത്യൻ പൗരന്മാർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു എന്നതാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട വലിയൊരു നയതന്ത്ര ചോദ്യമുണ്ട്. ഈ യുദ്ധത്തിൽ ഇറാന്റെ പ്രധാന ശത്രുക്കൾ അമേരിക്കയും ഇസ്രയേലുമാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇറാൻ UAE-യെ നിരന്തരം ലക്ഷ്യം വെക്കുന്നത്? ഇതിന് യുദ്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇറാൻ ഒരു മറുപടി നൽകിയിരുന്നു. തങ്ങളുടെ അയൽ രാജ്യങ്ങളിൽ US സൈനിക താവളങ്ങളും ഇസ്രയേലിന്റെ തന്ത്രപ്രധാനമായ താല്പര്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ തകർക്കാൻ ഇത്തരം ആക്രമണങ്ങൾ വേണ്ടിവരുമെന്നാണ് ഇറാന്റെ വാദം. പക്ഷേ ഇതിന്റെ ആഘാതം മുഴുവൻ അനുഭവിക്കുന്നത് UAE എന്ന രാജ്യമാണ്. ഈ നിരന്തരമായ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ കാരണം ഇരു അയൽ രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഇപ്പോൾ പൂർണ്ണമായി വഷളായിരിക്കുകയാണ്. ഇറാനിയൻ ആക്രമണങ്ങളെ ശക്തമായ ഭാഷയിൽ അപലപിച്ച UAE സൈനികപരമായ നീക്കങ്ങൾ ഉൾപ്പെടെയുള്ള രീതികളിൽ ഇതിനെ തിരിച്ചടിക്കാൻ തങ്ങൾക്ക് പൂർണ്ണ അവകാശമുണ്ടെന്ന് ലോകത്തോട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് പശ്ചിമേഷ്യയിൽ മറ്റൊരു യുദ്ധമുഖം കൂടി തുറക്കപ്പെടാൻ സാധ്യത ഏറെയാണ് എന്നതാണ് ഇതിന്റെ ചുരുക്കം. ഈ സൈനിക നീക്കങ്ങൾക്കിടയിലാണ് ആഗോള സമ്പദ് വ്യവസ്ഥയെ നിശ്ചലമാക്കാൻ കെൽപ്പുള്ള ഒരു സാമ്പത്തിക ബോംബ് ഇറാൻ പൊട്ടിച്ചിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ലോകത്തിന്റെ എണ്ണക്കടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാതയായ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം പൂർണ്ണമായി നിയന്ത്രിക്കാനും അവിടെ കൂടി കടന്നുപോകുന്ന ചരക്ക് കപ്പലുകളിൽ നിന്ന് ടോൾ അഥവാ പ്രത്യേക നികുതി ഈടാക്കാനുമുള്ള ഒരു മാസ്റ്റർ പ്ലാൻ തങ്ങൾ ഉടൻ തന്നെ വെളിപ്പെടുത്തുമെന്ന് ഇറാൻ ഔദ്യോഗികമായി അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ നീക്കം വെറും ഒരു ഭീഷണിയല്ല. ടെഹ്റാനിലെ പ്രമുഖ ഡിപ്ലോ ഹൗസ് തിങ്ക് ടാങ്ക് ഡയറക്ടറായ ഹമീറേസ ഗുലാം സാദെ അന്താരാഷ്ട്ര മാധ്യമത്തോട് വെളിപ്പെടുത്തിയത് അന്താരാഷ്ട്ര സമൂഹത്തെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: നിലവിൽ പുറത്തു വരുന്ന രാഷ്ട്രീയ പ്രസ്താവനകൾ എന്തു തന്നെയായാലും ലോകത്തിലെ എല്ലാ പ്രമുഖ രാജ്യങ്ങളും രഹസ്യമായി ഇറാനെ സമീപിക്കുന്നുണ്ട്. തങ്ങളുടെ കപ്പലുകൾക്ക് സുരക്ഷിതമായി കടന്നു പോകാനുള്ള നിബന്ധനകൾ എന്തൊക്കെയാണെന്ന് അവർ ഇറാനോട് ചോദിച്ചറിയുന്നുണ്ട്. ഗുലാം സാദെ ഉന്നയിക്കുന്ന ഏറ്റവും വലിയ അവകാശവാദം ഫ്രാൻസിനെ കുറിച്ചാണ്.
കുറിച്ചാണ്. ഇറാൻ നിശ്ചയിക്കുന്ന പുതിയ ചട്ടക്കൂടുകൾ അംഗീകരിക്കാൻ ഫ്രാൻസ് തയ്യാറാണെന്നും ഈ കടലിടുക്ക് ഉപയോഗിക്കാൻ അനുവദിക്കുന്നതിനായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇറാന്റെ പ്രസിഡൻസിയെ ഔദ്യോഗികമായി സഹകരണം അറിയിച്ചിട്ടുണ്ടെന്നുമാണ് പുറത്തുവരുന്ന വിവരം. കാരണം മറ്റൊന്നുമല്ല, യൂറോപ്യൻ രാജ്യങ്ങളുടെ എല്ലാം തന്ത്രപ്രധാനമായ എണ്ണ ശേഖരം അതിവേഗം തീർന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് കപ്പലുകൾ കടത്തിവിട്ടേ മതിയാകും. അതേസമയം തന്നെ ഇറാന്റെ കളി വളരെ വ്യക്തമാണ്. ഈ കടലിടുക്കിന്റെ കാര്യത്തിൽ തങ്ങൾക്ക് അമേരിക്കക്കാരുടെ അനുവാദം ആവശ്യമില്ല എന്നാണ് ഇറാന്റെ നിലപാട്. തങ്ങളുടെ ജലാതിർത്തി നിയന്ത്രിക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ടെന്ന് അവർ വാദിക്കുന്നു. എന്നാൽ ഇത് വലിയ പ്രതിസന്ധികൾക്കും കാരണമാകുന്നുണ്ട്. ദക്ഷിണ കൊറിയൻ വിദേശകാര്യമന്ത്രി ചോ ഹ്യുൻ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയുമായി നടത്തിയ അടിയന്തര ഫോൺ സംഭാഷണത്തിൽ ഹോർമുസ് കടലിടുക്കിന് സമീപം ദക്ഷിണ കൊറിയൻ ചരക്ക് കപ്പലിന് നേരെ ഉണ്ടായ ആക്രമണത്തെ കുറിച്ചുള്ള വിശദീകരണം നേരിട്ട് തേടിയിരിക്കുകയാണ്. ചരക്ക് കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത് ആഗോള വ്യാപാരം തന്നെ ബാധിക്കുമെന്ന് ഉറപ്പല്ലേ? ഇതിനെക്കുറിച്ച് ഖത്തറിലെ ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റിയിലെ പൊളിറ്റിക്സ് അസോസിയേറ്റ് പ്രൊഫസറായ പോൾ മസ്ഗ്രേവ് പറയുന്നത് വളരെ ശ്രദ്ധേയമായ ഒരു നിരീക്ഷണമാണ്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതവുമായി ബന്ധപ്പെട്ട ഇറാൻ യൂറോപ്യൻ രാജ്യങ്ങളുമായി നടത്തുന്ന ചർച്ചകൾ ഒരു തന്ത്രപരമായ നീക്കമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. വാഷിംഗ്ടണും ടെഹ്റാനും തങ്ങളുടെ രാഷ്ട്രീയ ചർച്ചകളുടെ ദിശ മാറ്റാനാണ് ശ്രമിക്കുന്നത്. ഇറാന്റെ ലക്ഷ്യം വ്യക്തമാണ്. ഈ കടലിടുക്കിന്മേൽ പൂർണ്ണമായ നിയന്ത്രണം ഉറപ്പാക്കുമ്പോൾ ആ നീക്കങ്ങൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ ഒരു നിയമ സാധുതയും അംഗീകാരവും നേടിയെടുക്കുക എന്നതാണത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ചൈനീസ് പര്യടനത്തിലൂടെ ഷീ ജിൻപിങ്ങുമായുള്ള ഉച്ചകോടി വഴി ഇറാന്റെ സാമ്പത്തിക രാഷ്ട്രീയ വഴികൾ അടയ്ക്കാൻ ശക്തമായി ശ്രമിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഇറാന്റെ ഈ പുതിയ നീക്കം. എന്നാൽ ചൈനയും US തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഈ കടലിടുക്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ച് വലിയ ചർച്ചകളൊന്നും പുറത്തു വന്നിരുന്നില്ല എന്ന് പ്രൊഫസർ മസ്ഗ്രേവ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് ട്രംപിന്റെ ചൈനീസ് തന്ത്രങ്ങളെ ഇറാൻ തങ്ങളുടെ ഹോർമുസ് തന്ത്രം കൊണ്ട് പ്രതിരോധിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിൽ നയതന്ത്ര യുദ്ധം നടക്കുമ്പോൾ ഭൂമിയിൽ ചോരപ്പുഴ ഒഴുകുകയാണ്. വെടിനിർത്തൽ 45 ദിവസത്തേക്ക് കൂടി നീട്ടാൻ ഇരു വിഭാഗവും തീരുമാനിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇസ്രയേൽ തെക്കൻ ലെബനനിൽ മാരകമായ വ്യോമാക്രമണങ്ങൾ അഴിച്ചുവിട്ടിരിക്കുന്നത്. വെറും 2 ദിവസത്തിനിടെ ലെബനനിലെ 100-ലധികം കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതായി ഇസ്രയേൽ സൈന്യം അവകാശപ്പെടുന്നുണ്ട്. ലിതാനി നദിക്ക് സമീപമുള്ള മർജായൂൺ ജില്ലയിലേക്കും കൂടുതൽ വടക്കോട്ട് നബാത്തിയയിലേക്കും തങ്ങളുടെ സൈനിക സ്വാധീനം ഉറപ്പിക്കാനാണ് ഇസ്രയേൽ ശ്രമിക്കുന്നത്. ആക്രമണം കടുപ്പിക്കുന്നതിന് മുന്നോടിയായി വലിയൊരു ജനവിഭാഗത്തെ ആട്ടിയോടിക്കാൻ ഇസ്രയേൽ പദ്ധതിയിടുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഹർസി, അൽ മർവാനിയ, അൽ ബാബിലിയ, അൽ ബൈസാരിയ എന്നീ പ്രദേശങ്ങളിലെ താമസക്കാരുടെ അടിയന്തരമായി ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ വക്താവ് കടുത്ത മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി തെക്കൻ ലെബനിൽ ഉണ്ടായ ഒരു സ്ഫോടനത്തിൽ ഇസ്രായേലി ഓഫീസർക്കും 3 സൈനികർക്കും പരിക്കേറ്റിരുന്നതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് തെക്കൻ ലെബനിലെ സാരിഹ് നഗരത്തിൽ ഒരു കാറിന് നേരെ ഇസ്രായേൽ ഡ്രോൺ ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതായി ലെബനന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ NNA റിപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ ലെബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിന് മുകളിലൂടെ ഇസ്രായേലി ഡ്രോണുകളുടെ എണ്ണത്തിൽ വൻ വർധനമാണ് ഉണ്ടായിരിക്കുന്നതാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇവ ജനവാസ മേഖലകൾക്ക് മുകളിലൂടെ വളരെ താഴ്ന്ന് പറക്കുകയാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഈ സാഹചര്യം തങ്ങൾക്ക് പൂർണ്ണമായും സുരക്ഷിതമാണെന്ന് ബോധ്യപ്പെടുന്നത് വരെ സൈനിക നടപടികൾ നിർത്തിവെക്കില്ല എന്ന വ്യക്തമായ സന്ദേശമാണ് ഇസ്രയേൽ ഇതിലൂടെ നൽകുന്നത്. ലെബനന്റെ അവസ്ഥ ഇതാണെങ്കിൽ ഗാസയിലെ ജനങ്ങളുടെ ദുരിതം വാക്കുകൾക്ക് അപ്പുറമാണ്. മധ്യ ഗാസയിലെ അൽ അഖ്സ ആശുപത്രിക്ക് സമീപമുള്ള ദയർ അൽ ബലായിലെ പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്ന ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ ലക്ഷ്യമാക്കിയാണ് ഇസ്രായേലി ഡ്രോൺ ആക്രമണം നടത്തിയത്. ഈ ക്രൂരമായ ആക്രമണത്തിൽ 3 നിരപരാധികളായ മനുഷ്യർ കൊല്ലപ്പെട്ടു. കഴിഞ്ഞ 2 ദിവസത്തിനിടെ മാത്രം 2 പുതിയ മരണങ്ങളും 4 പരിക്കുകളും ഉൾപ്പെടെ 6 മരണങ്ങളും 19 പരിക്കുകളുമാണ് ഗസയിലെ പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് കണ്ടെടുത്ത 4 മൃതദേഹങ്ങളും ഈ മരണസംഖ്യയിൽ ഉൾപ്പെടുന്നു.
പല ഇരകളും ഇപ്പോഴും അവശിഷ്ടങ്ങൾക്കിടയിലോ വഴിയോരങ്ങളിലോ കിടക്കുകയാണ്. ഇസ്രായേലിന്റെ തടസ്സപ്പെടുത്തലുകൾ കാരണം ആംബുലൻസുകൾക്കും സിവിൽ ഡിഫൻസ് സംഘങ്ങൾക്കും ഇവിടങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോലും കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഭീതിജനകമായ കണക്കിതാണ്. 2025 ഒക്ടോബർ 11 പശ്ചിമേഷ്യയിലെ ഏറ്റവും പുതിയ വെടിനിർത്തൽ ആരംഭിച്ചതു മുതൽ ഇതുവരെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ മാത്രം ഗസയിൽ 871 മരണങ്ങൾ ആരോഗ്യ മന്ത്രാലയം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പേരിൽ മാത്രമാണ് ശരിക്കും വെടിനിർത്തൽ, പക്ഷേ നിരപരാധികളുടെ ചോര ഇപ്പോഴും അവിടെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. സുഹൃത്തുക്കളെ, ഈ ഒരു സങ്കീർണമായ സാഹചര്യത്തിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു നിർണായക നീക്കം പ്രഖ്യാപിച്ചിരിക്കുന്നത്. താൻ ഇന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഫോണിൽ സംസാരിക്കാൻ പദ്ധതിയിടുന്നുണ്ടെന്ന് നെതന്യാഹു അറിയിച്ചിരിക്കുന്നു. ട്രംപിന്റെ ചൈനീസ് പര്യടനത്തിൽ ചൈനയുമായി എന്തൊക്കെ ധാരണകളിൽ എത്തി എന്ന് കേൾക്കാനും അതിലുപരി ഇറാന്റെ ഈ പുതിയ നീക്കങ്ങളെ എങ്ങനെ സംയുക്തമായി നേരിടണമെന്ന് ചർച്ച ചെയ്യാനുമാണ് നെതന്യാഹു ഈ ചർച്ചയിലൂടെ ലക്ഷ്യമിടുന്നത് എന്ന് വളരെ വ്യക്തമല്ലേ? ഇവിടെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ലോകം ഒരു പുതിയ അന്താരാഷ്ട്ര ക്രമത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഇറാനിയൻ പാർലമെന്റ് സ്പീക്കർ പ്രഖ്യാപിക്കുമ്പോൾ അത് വെറും ഒരു വാക്കല്ല. അമേരിക്കയുടെ താല്പര്യങ്ങൾക്കൊപ്പം നിൽക്കുന്ന UAE പോലുള്ള രാജ്യങ്ങളെ സാമ്പത്തികമായും ആണവപരമായും ഇറാൻ സമ്മർദ്ദത്തിലാക്കുന്നു. ഒരു വശത്ത് ഫ്രാൻസ് ഉൾപ്പെടെയുള്ള യൂറോപ്യൻ ശക്തികൾ തങ്ങളുടെ എണ്ണ ശേഖരം തീരുന്ന ഭീതിയിൽ അമേരിക്കയെ തള്ളിപ്പറഞ്ഞ് ഇറാന്റെ നിബന്ധനകൾക്ക് വഴങ്ങാൻ തയ്യാറാകുന്നു. ചൈനയാകട്ടെ ഈ വിഷയത്തിൽ ഒരു നിശബ്ദമായ നിലപാട് സ്വീകരിക്കുന്നു. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ പൂർണ്ണ നിയന്ത്രണം ഏർപ്പെടുത്തുകയും കപ്പലുകൾക്ക് ടോൾ നിശ്ചയിക്കുകയും ചെയ്താൽ ആഗോളതലത്തിൽ എണ്ണവില കുതിച്ചുയരും. അത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ വലിയ വിലക്കയറ്റത്തിന് കാരണമാകും. UAE ആണവ നിലയത്തിന് നേരെ ഉണ്ടായ ആക്രമണം ഈ മേഖലയെ ഒരു വലിയ യുദ്ധത്തിലേക്ക് നയിക്കുമോ, അതോ ട്രംപിന്റെ ഇടപെടലിലൂടെ ഇറാനെ ഒതുക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കുമോ എന്ന് നമ്മൾ കാത്തിരുന്നു കാണേണ്ടി വരും. പശ്ചിമേഷ്യയിലെ ഈ അതീവ ഗുരുതരമായ സാഹചര്യത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് ഇറാൻ ഹോർമുസ് കടലിടുക്കിൽ ഏർപ്പെടുത്താൻ പോകുന്ന ഈ പുതിയ നിയന്ത്രണത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? ഇത് ലോകത്തെ എങ്ങോട്ടാണ് നയിക്കാൻ പോകുന്നത്? തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായി തോന്നിയെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക.